ഏഷ്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ കണ്ണൂർ മുഴപ്പിലങ്ങാട് ഡ്രൈവ് ഇൻ ബീച്ച് പുതുമോടിയിൽ അണിഞ്ഞൊരുങ്ങുകയാണ്. ഒരുപക്ഷെ ഒരുപാട് പ്രേക്ഷകർക്ക് അറിയാവുന്ന ഇടമാണ്, പലരും പോയിട്ടുള്ള സ്ഥലം കൂടിയായിരിക്കും. പക്ഷേ അവിടെ കുറേ മാറ്റങ്ങൾ വരുന്നു. 4 കിലോമീറ്റർ ദൂരത്തിൽ വാക്ക് വേയും അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കുകയാണ് ടൂറിസം വകുപ്പ്. പുതുവർഷത്തിൽ പദ്ധതി പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കും. മുഴപ്പിലങ്ങാട് ബീച്ചിന്റെ സാധ്യതകളിലേക്കും കാഴ്ചകളിലേക്കും സജോ ദേവസ്യ ഡ്രൈവ് ചെയ്യുന്നു. മനോഹരമായ തീരങ്ങൾ നമുക്ക് അനവധിയുണ്ട്. പക്ഷേ കേരളത്തിലെ ഏക ഡ്രൈവ് ഇൻ ബീച്ച് ഞാനിപ്പോൾ നിൽക്കുന്ന മുഴപ്പിലങ്ങാടാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ഡ്രൈവ് ഇൻ ബീച്ചുകളിലൊന്നും മുഴപ്പിലങ്ങാടാണ്. തലശ്ശേരിയിൽ നിന്ന് 7 കിലോമീറ്റർ ദൂരം മാത്രം അകലെയാണ് മുഴപ്പിലങ്ങാട് ഡ്രൈവ് ഇൻ ബീച്ച്. 233 കോടി രൂപ ചിലവിൽ നവീകരണ പദ്ധതികൾ കൂടിയും മുഴപ്പിലങ്ങാട് നടപ്പാക്കുന്നുണ്ട്. അതുകൂടി പൂർത്തിയായാൽ ഈ ബീച്ചിൻ്റെ മുഖച്ഛായ വീണ്ടും മാറും. മുഴപ്പിലങ്ങാട് ബീച്ച്, കടലും തീരവും തീരാത്ത ഫ്രെയിമുകളുടെ കലവറ. കിലോമീറ്ററുകൾ നീണ്ട മണൽ വഴിയിലൂടെ വാഹനമോടിച്ച് കാഴ്ചകൾ ആസ്വദിക്കാം. ബീച്ചിലെ വിനോദസഞ്ചാര സാധ്യതകൾ ലോക നിലവാരത്തിലേക്ക് ചുവടുവെക്കുകയാണ്. ധർമ്മടം മുഴപ്പിലങ്ങാട് സമഗ്ര ടൂറിസം വികസന പദ്ധതിയുടെ ഭാഗമായി വാക്വേ, കളിസ്ഥലം, ശുചിമുറികൾ, കിയോസ്കുകൾ, ലാൻഡ്സ്കേപ്പിംഗ്, KTDCയുടെ സ്റ്റാർ ഹോട്ടൽ തുടങ്ങി അടിസ്ഥാന സൗകര്യങ്ങളിൽ വമ്പൻ മാറ്റം. ഈ ബീച്ചിൽ നിർമ്മാണം പുരോഗമിക്കുന്ന വാക്വേ മാത്രം 4 കിലോമീറ്റർ ദൂരത്തിലുള്ളതാണ്. ബീച്ചിന് എത്രത്തോളം വിസ്തൃതിയുണ്ടെന്ന് ഇനി പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. തൊട്ടടുത്ത് തന്നെയാണ് ധർമ്മടം ബീച്ചും ആകർഷകമായ ധർമ്മടം തുരുത്തും. ഒരു ദിവസം മുഴുവൻ ചിലവഴിച്ചാലും കണ്ടു തീരാത്തത്ര കാഴ്ചകൾ യഥാർത്ഥത്തിൽ ഈ ബീച്ചിൽ പ്രകൃതി ഒരുക്കി വെച്ചിട്ടുമുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് മുഴപ്പിലങ്ങാട് ബീച്ചിൻ്റെ ഒരറ്റത്താണ്. എനിക്ക് പിറകിൽ കാണുന്നതാണ് ധർമ്മടം തുരുത്ത്. വേറെയും ഒട്ടനവധി കാഴ്ചകളുണ്ട്. ബീച്ച് ടൂറിസത്തെ അന്താരാഷ്ട്ര നിലവാരത്തിൽ പ്രധാന വിനോദസഞ്ചാര സാധ്യതയായി പ്രയോജനപ്പെടുത്തുന്ന നിരവധി നാടുകളും രാജ്യങ്ങളും ലോകത്തുണ്ട്. ആ നിലയിലേക്ക് വളർത്തിയെടുക്കാൻ കഴിയുന്ന പൊട്ടൻഷ്യലുള്ള ഒരു സ്ഥലമാണ് മുഴപ്പിലങ്ങാട് ബീച്ച്. ആ നിലയിലേക്ക് നവീകരണ പദ്ധതികളുടെ തുടർച്ചകൾ സംഭവിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം.
മുഴപ്പിലങ്ങാട് ബീച്ച് വികസന പദ്ധതി മികച്ചൊരു ചുവടുവയ്പ്പാണ്. മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി സാധ്യതകളെ പ്രയോജനപ്പെടുത്തുക തന്നെ വേണം. ധാരാളം അന്താരാഷ്ട്ര മാതൃകകൾ നമുക്ക് മുന്നിലുണ്ട്. ഭാവി കേരളത്തിൻ്റെ സമ്പദ്ഘടനയുടെ മുന്നോട്ടു പോക്കിന് ടൂറിസം അനുബന്ധ വരുമാന മാർഗങ്ങൾ അനിവാര്യമായിരിക്കും എന്നത് നിസ്തർക്കമാണ്. മിഥുൻ ചാത്തോത്തിനൊപ്പം സജോ ദേവസ്യ, 24 കണ്ണൂർ. അപ്പോൾ അങ്ങനെ മുഴപ്പിലങ്ങാട് മുഖച്ഛായ മാറാൻ പോവുകയാണ്. ഇനി അപ്പോൾ കൂടുതൽ സാധ്യതകൾ അവിടേക്ക് പോകുന്ന സഞ്ചാരികൾക്കുണ്ട്. ഡ്രൈവിംഗ് ഒക്കെ ഇഷ്ടമുള്ള ആളുകൾ, ബീച്ചൊക്കെ പോകാൻ ഇഷ്ടമുള്ള ആളുകൾ, അവർക്ക് കുറെ കൂടി മനോഹരമായ സൗകര്യങ്ങൾ, ഒപ്പം കാഴ്ച, ഡ്രൈവിങ്ങിനൊക്കെ ഒരു പുതിയ എക്സ്പീരിയൻസ് ഒക്കെ ലഭിക്കും. 3 സ്റ്റാർ നിലവാരത്തിൽ KTDC ഹോട്ടൽ വരുന്നുണ്ട്.